വീഡിയോ എന്ന് പറയുന്നത് ഹൗ ഐ ഷൂട്ട് മൈ വീഡിയോസ്. ഇത് ഒരാൾ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ ഒരാൾ കമൻറ്റിൽ പറഞ്ഞിരുന്നു ഇൻഷോട്ടിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അതൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ആ ഒരാൾക്കും പിന്നെ ബാക്കിയുള്ളവർക്കും വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്, മെയിനായിട്ട് ആ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പം ഞാൻ മെയിൻലി എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് 2 വീഡിയോസിലും അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിക്കാൻ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഞാൻ 2 ആപ്പിൽ ചെയ്യുന്നുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലും അതേപോലെ തമ്പനെയിൽ എഡിറ്റ് ചെയ്യുന്നത് ക്യാൻവയിലുമാണ്. കൂടുതലും ഞാൻ തമ്പനെയിൽ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അഥവാ ഇപ്പം എൻ്റെ ഒരു മൈൻഡിൽ ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ ഇൻഷോട്ടിൽ അത് ചെയ്യാൻ പറ്റില്ല, ഞാൻ അത് ക്യാൻവയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഇൻഷോട്ടിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിന് മുമ്പ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുക, എനിക്കറിയാവുന്നതാണ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഷോട്ട് എന്ന ആപ്പ് എടുക്കാം. ഡൗൺലോഡ് ചെയ്യല്ലേ പ്ലേ സ്റ്റോറിൽ നിന്ന് പോയി ഇൻസ്റ്റാൾ ആക്കാം. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുമ്പം വീഡിയോ, ഫോട്ടോ, കോളേജ് എന്ന് വരും. അതിൽ നിന്ന് വീഡിയോ എടുത്ത് ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ആ സമയമാകുമ്പോഴേക്കും ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം കുറേ നമ്മുടെ ഗ്യാലറിയിൽ ഉള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം വരുന്നതാണ്. അപ്പം നമ്മൾ വീഡിയോ ഇടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആ സമയം ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഒരു ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ നമുക്ക് ഒരുപാട് സൈസ് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ യൂട്യൂബിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസ് വേണോ ആ സൈസിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ. സെക്കൻഡ് വന്നിട്ടുള്ളത് ഓഡിയോ എന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയോ, എഫക്റ്റ്, റെക്കോർഡ്, ഈ ഒരു 3 ഓപ്ഷൻസാണ് ഉള്ളത്. സൗണ്ട് എന്നൊരു ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കുറേ അധികം ഇൻഷോട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് സോങ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതൊന്നും ഇപ്പം വേണ്ട. നമ്മുടെ ഗ്യാലറിയിൽ ഉള്ളൊരു സോങ്ങാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് കിടക്കുന്ന എക്സ്ട്രാക്റ്റ് ഓഡിയോ ഫ്രം വീഡിയോ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് വരും. അപ്പോൾ ഏത് വീഡിയോയുടെ സൗണ്ടാണോ വേണ്ടുന്നത് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് കൊടുക്കാം. അപ്പോൾ ആ സമയം ആ ഒരു ഓഡിയോ ഇവിടെ വരുന്നതാണ്. അതിന് ശേഷം സെക്കൻഡ് ഓപ്ഷനായ എഫക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. പോപ്പുലർ, വെഹിക്കിൾ, ഫുഡ് സ്റ്റെപ്പ്, ആനിമൽ, ബേർഡ്സ്, ഇൻസെക്റ്റ് എന്ന്. അത് മീൻസ് ഇൻസെക്ട്സിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഫുഡ് സ്റ്റെപ്പിൻ്റെ വേണമെങ്കിൽ അത് കൊടുക്കാം, ബേർഡ്സിൻ്റെ വേണമെങ്കിൽ അത് കൊടുക്കാം. അതാണ് സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെക്കോർഡ് എന്ന ഓപ്ഷൻ നമ്മുടെ ഓൺ വോയിസ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഓൺ വോയിസ് കൊടുത്താൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും റെക്കോർഡ് ആക്കുന്നതാണ്. പിന്നെ കൗണ്ട് ഡൗൺ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഈ ഒരു സൗണ്ട് എന്നൊരു ഓപ്ഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന ഓപ്ഷൻ സ്റ്റിക്കേഴ്സ് എന്നൊരു ഓപ്ഷനാണ്. അവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഫസ്റ്റ് ഓപ്ഷനായ സ്റ്റിക്കേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അഥവാ ഇപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് പോരായെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നതാണ്. അഥവാ അതല്ല, നിങ്ങൾക്കിപ്പം നമ്മുടെ ക്യാമറയിൽ നിന്ന്, അതായത് ഗ്യാലറിയിലുള്ള ഫോട്ടോയിൽ നിന്ന് ഒരു സ്റ്റിക്കറായിട്ട് എടുത്ത് ഈ വീഡിയോയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് അല്ല സെക്കൻഡ് ആയിട്ടുള്ള ഓപ്ഷനിൽ പോയിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പിക്ചറാണോ ആക്കേണ്ടത് ആ പിക്ചർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറി കിട്ടും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കാം, ഇഷ്ടമുള്ള കളർ കൊടുക്കാം, എന്നിട്ട് വലുതാക്കുകയും ചെയ്യാം, സൈസ് വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇത്രയും പോരാ, ഇനി ഈ ഒരു വീഡിയോ ഫുൾ ആക്കണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ എന്ന് വീഡിയോ എൻഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഈ ഒരു വീഡിയോ അത് ആ സ്റ്റിക്കേഴ്സും അതേപോലെ മറ്റേ ടൈപ്പിങ്സും എല്ലാം വരുന്നതായിരിക്കും. പിന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് കൊടുത്തിട്ട് ഡിലീറ്റ് ആക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, എനിക്ക് പറഞ്ഞു തരാൻ അത്ര അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷനാണ്. അവിടെ ടെക്സ്റ്റിൽ പോയിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തോ അത് കൊടുക്കാം. ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം, കളർ കൊടുക്കാം, അനിമേഷൻ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ,
ഇതേപോലെ വലുതാക്കാം, ചെറുതാക്കാം, അതേപോലെ ചരിക്കാം, അങ്ങനെ പലതും ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഡൂഡിൽ നിന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് പല കളറും പല ഡിസൈനായിട്ടുള്ള ഡൂഡിൽസ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഡൂഡിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ, കണ്ടില്ലേ? ഇനി നെക്സ്റ്റ് എന്ന ഓപ്ഷൻ നമ്മുടെ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഫിൽറ്റേഴ്സ് എന്ന ഓപ്ഷൻ പോവാം. അവിടെ ഫസ്റ്റ് ഓപ്ഷൻ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഫക്ട്സ് കൊടുക്കാം. അവിടെ ഒരുപാട് എഫക്ട്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എഫക്റ്റ് വേണോ അതെല്ലാം കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഞാൻ അതിൽ കുറച്ചൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നല്ല അടിപൊളി ആയിട്ടുള്ള എഫക്ട്സൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയേ. പിന്നെ ഫിൽറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നല്ല ഫിൽറ്റേഴ്സ് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ആപ്പിൽ ഫിൽറ്റേഴ്സ് അത്ര എനിക്ക് നല്ല ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ വേറൊരു എഫക്റ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അനങ്ങുന്ന രീതിയിൽ അത് ആവുന്നതാണ് കേട്ടോ. പിന്നെ ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞു. ജസ്റ്റ് PIP എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ക്രീനിൽ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതവിടെ ചെയ്തിട്ട് ഇഷ്ടമുള്ള സൈസ്, ഇഷ്ടമുള്ള ക്രോപ്പിൽ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ദെൻ സ്പ്ലിറ്റ്, ഡിലീറ്റ്, പിന്നെ വോളിയം എന്നൊരു ഓപ്ഷനിൽ നമുക്ക് വോളിയം വേണമെങ്കിൽ കൂട്ടാം, വോളിയം വേണ്ടെങ്കിൽ 0 കൊടുക്കാവുന്നതാണ്. പിന്നെ സ്പീഡ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ പല പാറ്റേൺ തന്നെ നമ്മുടെ ഇൻഷോട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. പിന്നെ സ്പീഡ് എന്നൊരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം, അതല്ല കുറയ്ക്കാം. അങ്ങനെ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും സ്പീഡിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ അനിമേഷൻ, അതേപോലെ എഫക്റ്റ് പോലത്തെ സംഭവം തന്നെയാണ് അനിമേഷനും. ഫസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ലേ, അതേപോലെ വരുന്നതാണ് അനിമേഷനും. പിന്നെ ക്രോപ്പ്, കട്ടൗട്ട്, ബ്ലെൻഡ്, അങ്ങനെ കുറേ ഡ്യൂപ്ലിക്കേറ്റ്, ഫ്രീസ്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കുന്നത് എനിക്കറിയാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഇൻഷോട്ട് എന്ന ലേബിൾ വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ റിമൂവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിമൂവ് ആവുന്നതാണ്. പിന്നെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ കിടക്കുന്നത്, അത് ചെന്ന് എക്സ്പോർട്ട് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ വീഡിയോ എഫക്റ്റ് സെറ്റായി വരുന്നത് കാണാം.